പേമാരിപ്പെയ്ത്തിൽ കേരളത്തിലെ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഓരോ മലയാളികളും. പക്ഷേ അക്കാര്യമല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെയും ISL സൂപ്പർ ലീഗ് കേരളയെ പറ്റിയും ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെൽ ബട്ടൺ ഓൺ ടച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക, വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പം അപ്ഡേറ്റ് ഇതാണ്. അപ്ഡേറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സില്ലീസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സില്ലീസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ സില്ലീസ് ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ്. അത്യാവശ്യം വിശ്വസനീയം തന്നെയാണ്. കാരണം കുറേ നാളുകളായി, ഇപ്പോഴും നല്ല കുറേ നാളുകളായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെഡി ആവാറൊക്കെ ഉണ്ട്. ഒരു പ്രൊഫഷണൽ മാധ്യമം തന്നെയാണ് സില്ലീസ് എന്ന് പറയുന്നത്. സില്ലീസ് റിപ്പോർട്ട് ചെയ്തതെന്താണ് നമുക്ക് പരിശോധിക്കാം. Super League Kerala teams Forza Kochi and Thrissur FC are planned to have training in Panampally Nagar ground. Kerala Blasters are planning to more facilities training ground എന്നൊക്കെയാണ് സില്ലീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ പുതിയ ലീഗായ കേരള സൂപ്പർ ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർസ കൊച്ചിയും അതുപോലെ തന്നെ തൃശ്ശൂർ FCയും പനമ്പള്ളി നഗർ ട്രെയിനിങ് ഗ്രൗണ്ടായി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചർച്ചകളൊക്കെ പുരോഗമിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. സില്ലീസ് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ സ്റ്റേഡിയം മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉള്ള പുതിയ സ്റ്റേഡിയത്തിലേക്ക് മാറാനുള്ള താല്പര്യം ഉണ്ട്. അത് ചൂസ് തീരുമാനിക്കാൻ പോവുകയാണ് എന്നാണ് സില്ലീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി നല്ലൊരു ഗ്രൗണ്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഇനിയായിരിക്കും. കാരണം ISLലെ വൻപൻ ക്ലബ്ബുകളായ മുംബൈ സിറ്റി ആയാലും മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾക്കാർക്ക് നല്ല വലിയ ഒരു ട്രെയിനിങ് സ്റ്റേഡിയം തന്നെ ഗ്രൗണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനും കുറച്ചുകൂടി ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയായിരിക്കും. പറയുന്ന ഹൈദരാബാദ് ഈ സീസണിലൊക്കെ എല്ലാവർക്കും അറിയാം, ട്രാൻസ്ഫർ ബാനൊക്കെ ലഭിച്ചിട്ടുണ്ട്. വളരെ ദുരന്തത്തിലൂടെയാണ് ഹൈദരാബാദ് കടന്നു പോകുന്നത്. അപ്പോഴും അവർക്ക് സ്വന്തമായൊരു ട്രെയിനിങ് ഗ്രൗണ്ട്, അതും ഒരു സ്റ്റേഡിയം തന്നെ ഉണ്ട്. സ്വന്തമായൊരു വലിയൊരു ട്രെയിനിങ് സെക്ഷൻ ഗ്രൗണ്ട് തന്നെ അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നല്ലൊരു സ്റ്റേഡിയം സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ അത് വാടകയ്ക്കാണെങ്കിൽ പോലും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പനമ്പള്ളി നഗരക്കാട്ടും വലിയൊരു സ്റ്റേഡിയം ഗ്രൗണ്ട് ലഭിക്കുകയാണെങ്കിൽ ട്രെയിൻ സെക്ഷന് അത് നല്ലൊരു കാര്യമായിരിക്കും. ഇത് ഏത് രീതിയിൽ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾ ഇതിനെക്കുറിച്ച് വരാനുണ്ട്, വ്യക്തതകൾ ലഭിക്കാനുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി വ്യക്തതകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചാനൽ അതേ സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ നോട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.